വെൽക്കം ടു കാർ ഗാരേജ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ ഗാരേജിൽ വർക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യണ കാരണം നമ്മൾക്കൊരു ഡാഷ്ബോർഡ് ക്യാമറ പറഞ്ഞ് അയച്ചു തന്നിട്ടുണ്ട് ഒരു ടീം. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് ഇപ്പോൾ കുറച്ച് ദിവസമായി അത് ഞാൻ കൊണ്ടുനടക്കുന്നത്, ഏകദേശം ഒരു 10 ദിവസത്തോളമായി എൻ്റെ കയ്യിൽ അത് കിട്ടിയിട്ട്. ഡാഷ്ബോർഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ സംഭവം ഇതാണ് സംഭവം. ഇത് നമ്മൾക്ക് എന്താ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെക്ക് ചെയ്യണത് CCTV, അതേപോലെ തന്നെ വീഡിയോസുകൾ. ഇപ്പോൾ ആരെങ്കിലും എടുത്ത വീഡിയോസ് അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്യണത്. അപ്പോൾ നമ്മളുടെ ഈ ഗ്ലാസ്സുമ്പോൾ തന്നെ നമ്മൾക്കൊരു ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾക്ക് വല്ല ആരുടെയാണ് മിസ്റ്റേക്ക് എന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തൊക്കെ കുറേ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും കുറേ ഇതുമാതിരി ക്യാമറകൾ കിട്ടാനുണ്ട്. അപ്പോൾ വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല, അത്ര വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സംഭവമാണ്. കാരണം ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മളൊരു 16 GB അല്ലെങ്കിൽ 8 GB മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ 1 മിനിറ്റിൻ്റെ ക്ലിപ്പുകളായിരിക്കും. 1 മിനിറ്റ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യും, പിന്നെ അടുത്ത 1 മിനിറ്റ് റെക്കോർഡ് ചെയ്യും, അടുത്ത 1 മിനിറ്റ് റെക്കോർഡ് ചെയ്യും. അങ്ങനെ മിനിറ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ലാസ്റ്റ് റെക്കോർഡ് ചെയ്തത് എന്താണോ അത് ഡെലിറ്റ് ചെയ്ത്, ഇപ്പോൾ മെമ്മറി ഫുള്ളായി വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് റെക്കോർഡ് ചെയ്ത ആ ഒരു ക്ലിപ്പ് കുറഞ്ഞിട്ട് ഇവിടെ ആഡാവും. അപ്പോൾ നമുക്ക് മെമ്മറി കാർഡ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ഫോണിൽ ഇതിൻ്റെ ആപ്പ് തന്നെയുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം, ആവശ്യമുള്ളവർക്ക് വാങ്ങാം. ആ ആപ്പ് ഉപയോഗിച്ച് നമ്മൾക്ക് ഇതിലുള്ള വീഡിയോസ് ഡയറക്റ്റ് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. അതിന് മെമ്മറി കാർഡ് ഊരുകൊണ്ട് പോയിട്ട് കമ്പ്യൂട്ടറിൽ കുത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റെബിലിറ്റി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. നിങ്ങൾക്ക് വിഷ്വൽസ് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഫോണിൽ ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഫോട്ടോ എടുക്കും ചേട്ടാ. ഇന്നോവ ഇടിച്ച വണ്ടി, അതായത് ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടി കംപ്ലീറ്റ് ആയി, വണ്ടി ഡെലിവറി ആയി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോഴേ ചെയ്യണേ. കുറച്ച് ഇപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം വീഡിയോസ് കുറച്ചേക്കാണ്. അപ്പോൾ അടുത്ത ഗാരേജ് വരുമ്പോൾ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഇടാനുള്ള പ്ലാനിങ് ചെയ്യുന്നുണ്ട്. വർക്കിൻ്റെ ഓരോരോ പ്രോസസ്സിങ്ങും. പിന്നെ റീസ്റ്റോറേഷൻ വീഡിയോസിൻ്റെ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു. റീസ്റ്റോറേഷൻ നമ്മൾക്ക് എല്ലാ വണ്ടികളും ചെയ്യാൻ പറ്റും. എല്ലാ വണ്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റീസ്റ്റോറേഷൻ ചെയ്യുന്നതിന് മെയിനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളതിൻ്റെ തുരുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അതേപോലെ അതിൻ്റെ ബീഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഹാർഡ് ചിലപ്പോൾ എന്നല്ല, ഒരു 15 വർഷമായിട്ടുള്ള വണ്ടികളാണ് റീസ്റ്റോറേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബീഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഹാർഡാവും. അപ്പോൾ ആ ബീഡിങ്ങുകളും കാര്യങ്ങളും മാറാം, ഫ്രണ്ടിലെ ഗ്ലാസിൻ്റെ ബീഡിങ്ങുകൾ മാറാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ വീല് അണ്ടർ ബോഡി പെയിൻറ്റ് ചെയ്യുക, അതേപോലെ വീല് പെയിൻറ്റ് ചെയ്യുക, വീൽ ആർച്ച് പുതിയതിടുക, മഡ് ഫ്ലാപ്പ് പുതിയതിടുക. അതേപോലെ ഇപ്പോൾ ടൈലൈറ്റ് ഹെഡ്ലൈറ്റ് ആയാൽ പോലും അത് ഡിമ്മായിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാം. നോർമൽ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ അത് തന്നെ വയ്ക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി നല്ലൊരു പുതുമയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ റീസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾക്ക് കിട്ടുമോ നോക്കണം. മെയിൻ കാര്യം അതാണ്. മാരുതിയുടെ സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഹോണ്ടയുടെ കിട്ടും. അപ്പോൾ അത് ഓർഡർ ചെയ്ത് വരുത്തേണ്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓരോ വണ്ടികളുടെ, ഹോണ്ടയിൽ നിന്നല്ല എല്ലാ വണ്ടികളായാലും അതിൻ്റെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ റീസ്റ്റോറേഷൻ ചെയ്യാൻ അടിപൊളിയാണ്. അത് ഒരു മൊത്തത്തിലൊരു പുതുമ വണ്ടിക്ക് വരും. എൻജിൻ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ റീസ്റ്റോറേഷൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ എൻജിൻ റീസ്റ്റോറേഷൻ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ രണ്ടാമത് എൻജിൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ്, അതായത് നമ്മൾ വാഹനം എടുക്കുമ്പോൾ ആ എൻജിൻ്റെ പെർഫോമൻസിനേക്കാളും പെർഫോമൻസ് കുറവല്ല, ലൈഫ് കുറയും. അത് അങ്ങനെയാണ് സാധാരണ കണ്ടിട്ടുള്ളത്. അപ്പോൾ എൻജിൻ വർക്കുള്ള വാഹനം അല്ലാണ്ട് നോർമൽ എൻജിൻ കണ്ടീഷൻ ഓക്കെയാണ്, ബോഡി വീക്കുണ്ട്, ബീഡിങ്ങുകൾ വീക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസ്റ്റോറേഷൻ ചെയ്യുന്നത് നല്ലതാണ്, കുഴപ്പമില്ല, ലൈഫ് നിന്നോളും. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം.